ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് കുടുംബത്തിലായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും നമ്മൾ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ ആരെയും ഇടയ്ക്ക് കയറ്റരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഞ്ചതന്ത്രത്തിൽ ഒരു കഥ പറയാം. ഒരു മരത്തിൻ്റെ ഒരു താഴ്ന്ന പൊത്തിൽ ഒരു കുരുവിയും മുകളിലത്തെ പൊത്തിൽ ഒരു കാക്കയും താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിരുന്നു. ഒരു ദിവസം ഈ കുരുവി പുറത്ത് പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പോൾ കാക്കയ്ക്ക് സങ്കടമായി. കാക്ക നോക്കിയിരിക്കുകയാണ്. വൈകിട്ടായിട്ടും കാണുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പം ആ വഴി ഒരു മുയൽ ഇങ്ങനെ പമ്മി പമ്മി വരുന്നുണ്ടായിരുന്നു. മുയൽ നോക്കിയപ്പോൾ എന്താ, ഈ മരത്തിനടിയിലെ പൊത്തിലെ ഓട്ട ഒഴിഞ്ഞെടുക്കണം. മുയൽ വേഗം അതിൽ കയറി താമസിച്ചു. കാക്കൊന്നും പറയാനും പോയില്ല. അടുത്ത ദിവസം ഈ കുരുവി തിരിച്ചു വന്നു. കുരുവി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ദേ അതിൻ്റെ ഉള്ളിലൊരു മുയൽ കയറി താമസിക്കണം. കുരുവി ഇട്ട് കൊടുക്കുമോ? കുരുവി മുയലായിട്ട് അടിയായി കഴിഞ്ഞപ്പം കുരുവി പറഞ്ഞു, ഇതെൻ്റെ കൂടാണ്. അപ്പോൾ മുയൽ എന്ത് പറഞ്ഞു? തെളിവുണ്ടോ? ഈ കൂട് ഒഴിഞ്ഞു കിടന്നു, ഞാൻ താമസിച്ചു, ഇതാണ് നാച്ചുറൽ ലോ. അപ്പോൾ കുരുവി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഈ ലോ ഒന്ന് അറിയണം, നമുക്കിത് ലോ അറിയാവുന്ന ആരെങ്കിലും അടുത്ത് പോയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇത് കേട്ടുകൊണ്ട് ഒരു ഭീകരൻ പൂച്ച ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തെന്ന് വെച്ചാൽ അവൻ പമ്മി പമ്മി തൊട്ടടുത്തുള്ളൊരു മരത്തിൻ്റെ ചൂട്ടിൽ പോയിരുന്നിട്ട് എന്തായി, വലിയ പണ്ഡിതനെ പോലെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്മുടെ മുയൽ ഈ പൂച്ചേനെ കണ്ടപ്പോൾ പറഞ്ഞു, ദേ അവനെ കണ്ടിട്ട് അവന് അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉള്ളവനാണ്, പണ്ഡിതനാണെന്ന് തോന്നുന്നു, നമുക്ക് പോയിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞു. കുരുവി പറഞ്ഞു, വേണ്ട വേണ്ട, പൂച്ച നമ്മുടെ ശത്രുവാണ്, പൂച്ച നമ്മളെ പിടിച്ച് തിന്നും. മുയൽ പറഞ്ഞു, എന്നാൽ നമുക്ക് അകലെ നിന്ന് സംസാരിക്കാം. ഞാൻ ഇവർ രണ്ടുപേരും കൂടെ പൂച്ചയുടെ അടുത്തേക്ക് ചെന്നു. പൂച്ചയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പൂച്ചയുടെ അടുത്ത് അകലെന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു തർക്കമുണ്ട്, ഇതാണ് സബ്ജക്റ്റ്, അപ്പം ഞങ്ങൾക്കൊരു എന്താണ് ശരിക്കുള്ള ലോ എന്ന് പറഞ്ഞു തരണം, ഇത് ആരാണോ തെറ്റ് അവരെ നിങ്ങൾക്ക് പിടിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പൂച്ച വളരെ ജ്ഞാനിനെ പോലെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാനങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ജീവിയൊന്നുമല്ല, ഞാനിങ്ങനെ നോൺ വയലൻസിൻ്റെയൊക്കെ ആളാണ്, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരാം, എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്ക് വയ്യ, പ്രായമായി, ഒരു കാര്യം ചെയ്യും, എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. എനിക്ക് ചെവി കേൾക്കാൻ വയ്യ. കുരുവിയും മുയൽ എന്ത് ചെയ്തു? മണ്ടന്മാർ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പൂച്ചയുടെ അടുത്തേക്ക് ചെന്നു. പൂച്ച ഒരു കൈ കൊണ്ട് മുയലിനെ പിടിച്ചു, മറ്റേ വായ കൊണ്ട് ചാടി കുരുവിനെ പിടിച്ചു. എന്തു പറ്റി? രണ്ടുപേരും അപ്പം തന്നെ തട്ടിക്കളഞ്ഞു. ഇതുപോലെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറമേ നിന്ന് നമ്മൾ ഹെൽപ്പ് മേടിക്കാം. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ, നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ പരമാവധി നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. പുറമേ നിന്ന് ഒരാൾ കയറിയോ തീർന്നു. ഇനിയിപ്പോൾ ആ ഫ്രണ്ട്സ് ഗ്യാങ് ആണെങ്കിലും ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല വിവരവും വിദ്യാഭ്യാസവും ഇതിൽ അത്യാവശ്യം നോളേജുള്ള നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ. അല്ലാതെ പ്രായമായവരും മൂത്തവരും അഭിപ്രായം പറയുന്നവരും ഇവർക്കൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഇതിനൊക്കെ ഒരു ടാലൻറ്റ് മാത്രം പോരാ, അത് പഠിച്ച് പയറ്റി തെളിഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. അല്ലാത്തവരെ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറ്റി എന്ത് പറ്റും? നമ്മുടെ പ്രശ്നങ്ങളിൽ കയറ്റിയ ആ റിലേഷൻഷിപ്പ്, ആ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ആ കുടുംബം മുമ്പുണ്ടായിരുന്നതിനേക്കാളും മോശമായിട്ട് കോളാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കെയർഫുള്ളായിരിക്കുക. നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പരിചയമുള്ളവരെ, അതായത് അത് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ മാത്രം ഇൻവോൾവ് ചെയ്യുക.